ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക്. കടുവയെ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തി. ഇടുക്കി മയിലാടുംപാറയ്ക്ക് സമീപമാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. വനംവകുപ്പ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടാനാണ് നീക്കം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കടുവയെ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനെ ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സുബിൻ. ഈ കുമളി റേഞ്ചിൽ പെടുന്ന ഒരു സ്ഥലത്താണ് നിലവിൽ ഇപ്പോൾ, അതായത് ചെല്ലാർകോവിലിന് സമീപത്ത് കൽക്കാച്ചിറ്റിക്ക് സമീപത്തായാണ് ഇത്തരത്തിലൊരു കടുവ കുഴിയിൽ വീണിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് ഈ ഒരു കടുവ വീണിട്ടുള്ള കുഴിയുള്ളത്. ഇന്ന് രാവിലെ എത്തിയ തോട്ടം തൊഴിലാളികൾ, അതായത് ഒരു ഏലത്തോട്ടമാണ്, ഏലത്തോട്ടത്തിന്റെ സൈഡിലൊരു കുഴിയാണ്. ഈ കുഴിയിലാണ് ഈ കടുവ വീണ് കിടന്നിരുന്നത്. രാവിലെ എത്തിയ തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ ഒരു കടുവ കുഴിയിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് ഇവർ ഈ ഒരു തോട്ടമുടമയെ വിവരം അറിയിക്കുകയായിരുന്നു. ശേഷം ഈ തോട്ടമുടമയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിച്ചത്. ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും ഈ ജനവാസ മേഖലയാണ്. കേരള തമിഴ്നാട് അതിർത്തിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ ഒരു വശം തമിഴ്നാടും മറുവശം കേരളവുമാണ്. മുമ്പ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. ഇതിനോട് ചേർന്ന് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഈ ചെല്ലാർകോവിൽ മെട്ടുഭാഗത്തൊക്കെ മുമ്പ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രദേശത്ത് അങ്ങനെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതല്ല. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ചെറിയ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. കൂടുതൽ കടുവകളുണ്ടോ എന്നുള്ളത് ഒരു ആശങ്കയാണ് പ്രധാനമായും ഇവിടുത്തെ ആളുകൾക്കുള്ളത്. ചേട്ടാ, ഏതെങ്കിലും തരത്തിൽ എന്താണ് ഇവിടുത്തെ ഒരു ആശങ്ക? ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ വനഭൂമിയുടെ അടുത്തേ എല്ലാത്തരം കാട്ടുമൃഗങ്ങളും ഉണ്ട്. പുലി, കടുവ, കരടി എല്ലാം ഇവിടെ. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിച്ചിട്ട് പക്ഷേ ജീവിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിലാണ് അവർക്ക് ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കൂടുതലായും പന്നി, അതുപോലെ തന്നെ മ്ലാവ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ്, അല്ലെങ്കിൽ കരടിയൊക്കെയാണ് കൂടുതലായും ഈ മേഖലയിലേക്ക് കടന്നു വന്നിരുന്നത്. അതിനോടൊപ്പമാണ് നിലവിലിപ്പോൾ ഈ ഒരു കടുവയുടെ സാന്നിധ്യവും ഉള്ളത്. നിലവിലിപ്പോൾ വനം വകുപ്പ് പറയുന്നത് പ്രകാരം കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടുക എന്നുള്ള ഒരു തീരുമാനമാണ് ഫോറസ്റ്റ് വനംവകുപ്പ് എടുത്തിട്ടുള്ളത്. എന്തായാലും അതിന് വെറ്റിനറി സർജൻ ഇനി എത്തേണ്ടതായുണ്ട്. അതിനുശേഷം മാത്രമേ ഈ ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുകയുള്ളൂ. ഇപ്പോൾ ആദ്യം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ നിലവിൽ ഈ പ്രദേശത്തൊരു ആശങ്ക എങ്ങനെയാണ് ഉടലെടുത്തിട്ടുള്ളത്? നിലവിൽ ഇവിടെ കടുവയുടെ സാന്നിധ്യമൊന്നുള്ള സ്ഥലമല്ലായിരുന്നു, പന്നിശല്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. കടുവയുടെ സാന്നിധ്യം ഇവിടുത്തെ ഞങ്ങളെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. മണ്ണുമേട് പഞ്ചായത്തിലെ 9ാം വാർഡ് ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇതിന് തൊട്ടുപുറം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. ഇത് പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് കയറി വന്നതെന്ന് വിചാരിക്കുന്നു. രാവിലെ 5:30 ആയപ്പം ശബ്ദം കേട്ട് പറമ്പിൻ്റെ ഉടമസ്ഥൻ പോയി നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. ഒരു പട്ടിയെ ഓടിച്ചുകൊണ്ട് പോയി ആ കൂട്ടത്തിൽ ചാടിയതാണ്. പട്ടിയും അതിൻ്റെ അകത്തുണ്ട്, കടുവയും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവരങ്ങളൊക്കെ അറിയിച്ചു. അവർ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവ് തുറന്നു വിടാൻ വേണ്ടിയാണ് പറഞ്ഞത്, പിടിച്ചിട്ട് തുറന്നു വിടാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ മേഖലയിലുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തൊട്ടടുത്ത് സ്കൂളുകൾ, ഇത് ജനവാസ മേഖലയാണ്, മൊത്തം ഏലം തോട്ടമാണ്. പണിക്കാരൊക്കെ ഇറങ്ങുന്ന സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജനങ്ങൾക്കാകെ വളരെ ആശങ്കയുണ്ട്. അത്തരത്തിലാണ് ഈ ചുറ്റും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ആശങ്ക ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ട്. നിലവിൽ ഈ ഒരു പട്ടിയെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഒരു കുഴിയിൽ വീണതാകാമെന്നുള്ള നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത്. എന്തായാലും വെറ്റിനറി സർജൻ എത്തിയ ശേഷം മാത്രമേ ഈ മയക്കുവെടി വെക്കുന്ന കാര്യത്തിൽ കൂടുതൽ തീരുമാനമുണ്ടാകൂ. അതിനുശേഷം ഈ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കടുവയെ തുറന്നു വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം അവിടെ നാട്ടുകാരും പറയുന്നു, ഈ കടുവ ഒരു പട്ടിക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു പട്ടിയെ ഓടിച്ചുകൊണ്ട് വരുന്ന വഴി ഈ കുഴിയിൽ വീഴുകയാണ്. ആ കുഴിയിൽ ദൃശ്യങ്ങളിൽ കാണാം, ആ പട്ടിയും ജീവനോടെ ആ കുഴിയിലുണ്ട്. അപ്പോൾ ആ പട്ടിക്കുട്ടിയും ഇപ്പോൾ ജീവനോടെ, ആ കടുവയുടെ ആഹാരമായ അല്ലെങ്കിൽ കടുവ ആഹാരമാക്കാൻ വേണ്ടി ഓടിച്ച ആ പട്ടിക്കുട്ടിയും ആ കുഴിയിലുണ്ട്. ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടുകൊണ്ട് ആ കടുവ ആ പട്ടിക്കുട്ടിയെ കൊന്നിട്ടുമില്ല. അങ്ങനെയല്ലേ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇത് രാവിലെ എടുത്ത ഫോട്ടോസാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങളും അതുപോലെ തന്നെ കടുവയുടെ ഫോട്ടോയും തന്നിട്ടുള്ളത്. ഈ ഫോട്ടോയിലാണ് ഈ വീണ കുഴിയിൽ ഒരു പട്ടിക്കുട്ടി, നായക്കുട്ടി കിടക്കുന്നതും കാണാൻ സാധിച്ചത്. ഈ നായക്കുട്ടിയെ ഓടിച്ച് കൊണ്ടുപോകുന്ന വഴിക്ക് വീണതാകാം, അല്ലെങ്കിൽ കുഴിയിൽ വീണതാകാം എന്നുള്ളൊരു നിഗമനമാണ് വനംവകുപ്പിനുമുള്ളത്. നിലവിൽ വനംവകുപ്പ് പറയുന്ന പ്രകാരം ഇതുവരെ നായക്കുട്ടിയെ ഈ ഒരു കടുവ ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരും ഈ കുഴിക്കുള്ളിൽ തന്നെ സുരക്ഷിതരായി തന്നെ ഉണ്ട്. കടുവയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല, അതുപോലെ തന്നെ നായക്കുട്ടിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇനിയിപ്പോൾ ഒരു വലയിട്ട് മൂടിയിരിക്കുകയാണ് ഈ ഒരു കുഴി. കടുവ ഒരു ഏകദേശം 15 അടി താഴ്ച മാത്രമുള്ള കുഴിയാണ്. കടുവ മുമ്പോട്ടേക്ക് വീഴാനുള്ള കയറാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അതെ, അതെ. അതായത് ഈ കടുവ ഒരു പട്ടിയെ ഓടിച്ചുകൊണ്ട് വരുന്ന വഴി ഈ കുഴിയിൽ വീഴുകയാണ്. ആ കുഴിയിൽ ദൃശ്യങ്ങളിൽ കാണാം, ആ പട്ടിയും ജീവനോടെ ആ കുഴിയിലുണ്ട്. അപ്പോൾ
ഇടുക്കിയിലാണ് കടുവ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഇടുക്കി മയിലാടുംപാറയ്ക്ക് സമീപമാണ്. ഒരു നായക്കുട്ടിയെ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴി ഈ നായക്കുട്ടിയും അതേപോലെ തന്നെ ഈ കടുവയും ഒരു കുഴിയിൽ അകപ്പെട്ടത്. അതിന് പുറത്തു കടക്കാൻ സാധിച്ചിട്ടില്ല. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്.